മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കിയത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. പറഞ്ഞു. ഒരു എം.പി. പോലും ബി.ജെ.പിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നില്ല. മുസ്ലിം ജനവിഭാഗങ്ങളെയും മൃഗീയമായി കടന്നാക്രമിച്ചുകൊണ്ട് മോദി അധികാരത്തിലേറിയത്. കൊടിയ മതവിദ്വേഷവും വിഷവുമാണ് മോദി ചീറ്റിയത് എന്നായിരുന്നു കെ. സുധാകരന്റെ അഭിപ്രായം. നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളുള്ളവർ, കെട്ടുതാലി വരെ പിടിച്ചെടുക്കും തുടങ്ങി വേദനിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങളാണ് മോദി നടത്തിയത്. ഇത്രയും ക്രൂരമായ വാക്കുകളും പച്ചക്കുള്ള വർഗീയതയും ഇതുവരെ ഒരു ഭരണാധികാരിയും ഉപയോഗിച്ചിട്ടില്ല. അതിനെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടി വായിക്കുന്നവർ പോലും ഇപ്പോൾ നാവ് പൊങ്ങുന്നില്ല. 2002 ഗുജറാത്ത് കൂട്ടക്കൊലയിൽ നിന്ന് പോലും പാഠം പഠിക്കാത്ത മോദിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ്. മതേതര ജനാധിപത്യ രാജ്യത്ത് വലിയ ജനവിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് മോദി. ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് മോദി പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മോദിയുടെ മുഖമുദ്ര എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെ തകർക്കാൻ ബി.ജെ.പിക്ക് പുറംചൊറിയുന്ന CPM പണി നിർത്തണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള നിയമസഭയിൽ M.V. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടി എന്നോളമാണ് ഇങ്ങനെ ചെന്നിത്തല പറഞ്ഞത്. CPM തകരണം എന്ന് കോൺഗ്രസ് ഇന്ന് ചിന്തിക്കുന്നില്ല, ഇനി ആഗ്രഹിക്കുകയുമില്ല. എന്നാൽ കേരളത്തിലെ CPM ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കേരളത്തിലെ ജനം പിണറായി വിജയനും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനും പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിനും എതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 18 സീറ്റുകൾ UDF-ന് ലഭിച്ചത് അപരാധം പോലെയാണ് M.V. ഗോവിന്ദൻ പറഞ്ഞത്. ജനങ്ങൾ വോട്ട് ചെയ്താണ് UDF ജയിച്ചത്. അസത്യ പ്രചാരണങ്ങളെ മുഴുവൻ തള്ളിയാണ് ജനം വോട്ടിട്ടത്. സംസ്ഥാന സർക്കാരിന്റെ അധികാരഗർവിനും ധാർഷ്ട്യത്തിനും എതിരായി കൂടിയായിരുന്നു ഈ ജനവിധി. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ എന്തെങ്കിലും ഉണ്ടാകുള്ളൂ. സർക്കാരിന്റെ വർത്തമാനം വളരെ വളരെ മോശമാണെന്ന് കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ മറ്റു പാർട്ടി നേതാക്കൾ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തുണ്ട്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കിയത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതിനെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിൽ ആക്കിയത് ബി.ജെ.പിയുടെ അപ്രതീക്ഷിത വിജയമാണ്. തൃശൂരിൽ ഇടതിനെയും കോൺഗ്രസിനെയും പിറകിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇന്ത്യയിൽ ബി.ജെ.പി മൂന്നാം സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് കെ. സുധാകരൻ മോദിക്കെതിരെയും മോദിയുടെ മൂന്നാം സർക്കാരിനെതിരെയും വിമർശനങ്ങളുമായി രംഗത്ത് വന്നത്. മോദി സർക്കാർ മുസ്ലിം ജനവിഭാഗത്തെ കണക്കിലെടുക്കുന്നില്ല എന്നും മന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞു എന്നുമാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്.